ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ടിക്കറ്റ് എടുത്തു. ഇതിൻ്റെ അവിടെ ബസ്സുണ്ട്. ഹലോ ഡിയേഴ്സ്, ഞാൻ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒറ്റക്കൽ ലുക്കൗട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ആ ടവറിലേക്ക് കയറുമ്പോഴേ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു മനോഹരമായ കാഴ്ചയുണ്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമാണ് ആ കാഴ്ചയൊക്കെ. ഈ ലുക്കൗട്ടിൻ്റെ ടവറിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഈ തൊട്ടടുത്തേക്ക് കാണുന്ന വനത്തിൻ്റെ സെന്തുരണി വനത്തിൻ്റെ കാഴ്ചയും അതുപോലെ തന്നെ ആ സ്പിൽവേയിൽ കൂടി കുതിച്ചൊഴുകുന്ന നമ്മുടെ കല്ലട നദിയുടെയും മനോഹരമായ കാഴ്ചയാണ് കാണാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടവർ 3 നിലകളിലായിട്ടാണ്. അപ്പോൾ അതിൽ കയറാനായിട്ട് സ്പൈറൽ സ്റ്റെയർകേഴ്സാണ്, അതിൽ കൂടിയാണ് മുകളിലേക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മുടെ ലുക്കൗട്ടിലാണിത്. ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി മേളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. സൂപ്പറാണ്. ഇത് കാണാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായും അതുപോലെ തന്നെ കല്ലട ജലസേചന പദ്ധതിയുടെ ഒരു പ്രധാന പോയിന്റ് കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒറ്റക്കൽ വീർ വ്യൂ പോയിന്റ്. കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ആ താഴെ കാണുന്ന പാലത്തിൽ കൂടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതുവഴി സഞ്ചാരയോഗ്യമാണ്. അപ്പോൾ നമുക്ക് അതുവഴി കൂടി പാസ് ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം നമ്മൾ സമയമില്ലാത്ത കാരണം പോയില്ല എന്നേ ഉള്ളൂ. അപ്പം ഇവിടേക്ക് പോകുന്നവർ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക കേട്ടോ. തെന്മലയിലെ റോഡരികിൽ ഉള്ള ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. അത് കാരണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചേറെ ദൂരം നടന്ന് പോയി കാഴ്ചകൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് റോഡ് സൈഡ് തന്നെയാണ്. അതായത് കൊല്ലം തിരുമംഗല റോഡിൽ യാത്രക്കാർക്ക് മനോഹരമായ ഒരു പിറ്റ് സ്റ്റോപ്പായി ഇത് പ്രവർത്തിക്കുന്നു. നമ്മളീ പോകുന്ന സമയത്ത് അവിടെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി നല്ലതായിട്ട് ഇത് ആസ്വദിക്കാം. പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വീഡിയോഗ്രാഫേഴ്സിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. ഒറ്റക്കൽ ലുക്കൗട്ടിൽ നിന്നുള്ള മനോഹര കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മളിപ്പോൾ പോകുന്നത് തെന്മലയിലേക്കാണ് കേട്ടോ. റോഡിൻ്റെ ഇരുവശമുള്ള മനോഹര കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രമായ കൊല്ലം തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ സ്ഥലത്തേക്കാണ് കേട്ടോ. പ്രകൃതി, സാഹസികത, വിനോദ പ്രവർത്തനങ്ങൾ എന്നിവയുടെ മിശ്രിതം വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാൻഡ് ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഈ കൊല്ലം തെന്മല ഇക്കോ ടൂറിസം. സെന്തുരണി വന്യജീവി സങ്കേതത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ തെന്മല ഇക്കോ ടൂറിസത്തിൽ ഒരു ബട്ടർഫ്ലൈ സഫാരി, അതുപോലെ തന്നെ മ്യൂസിക്കൽ ഫൗണ്ടൻ, അതുപോലെ തന്നെ അഡ്വഞ്ചറസിൽ ഉൾപ്പെടുന്ന ട്രക്കിംഗ്, മൗണ്ടൻ ബൈക്കിംഗ്, ഫ്ലൈയിങ് ഫോക്സ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പകൽ യാത്രയ്ക്ക് വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ തെന്മല. കല്ലട ജലസേചന വൃക്ഷവിള വികസന പദ്ധതിയുടെ കീഴിലാണ് തെന്മല പരപ്പാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ 2ാമത് വലിയ ജലസേചന പദ്ധതിയാണ് ഇത്. സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ ജലസംഭരണി ഈ അണക്കെട്ടിൽ ഉൾക്കൊള്ളുന്നു. ഈ ജലസംഭരണിയിൽ നിന്നുള്ള വെള്ളം ഇപ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഈ പണ്ടാരങ്ങൾ വരും ഇങ്ങോട്ട്. വേണ്ട, അതുങ്ങളെങ്ങനെ ചാടി കയറി ഇതെല്ലാം പേഴ്സെല്ലാം തട്ടിപ്പറിച്ചോണ്ട് പോയി. അതിന്റെ മുകളിൽ പോകേറുന്നുണ്ടോ? ഇവിടെ ഉണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. വേണ്ട, അത് ഇറങ്ങി വരുന്നത് ഇങ്ങോട്ട് എത്തില്ലത്. ഇറങ്ങിയല്ലോ. ഇടോ? ഓക്കെ.
എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു യാത്രയുണ്ട് കേട്ടോ, കൊല്ലത്ത് നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള ട്രെയിൻ യാത്ര. ഇപ്പോൾ ഡെയിലി പാസഞ്ചർ സർവീസുകളും ഉണ്ട് കേട്ടോ, ട്രെയിൻ സർവീസുകളും ഉണ്ട്. അപ്പോൾ കൊല്ലത്ത് നിന്ന് തെന്മലയിലേക്ക് വരണമെങ്കിൽ ഏകദേശം 1.5-2 മണിക്കൂറിനുള്ളിൽ തെന്മലയിലെത്താം. കൊല്ലത്ത് നിന്ന് തെന്മലയിലേക്കുള്ള ട്രെയിൻ യാത്രയെക്കുറിച്ച് അറിയാത്തവരോട് പറയണം കേട്ടോ. കേരളത്തിലെ സമൃദ്ധമായ പശ്ചിമഘട്ടത്തിൻ്റെ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന മനോഹരമായ വനപ്രദേശങ്ങളിലൂടെയാണ് ഈ യാത്ര ഇങ്ങനെ കടന്നു പോകുന്നത്, ട്രെയിനിൽ കൂടിയുള്ളത്. മനോഹരമായ കുന്നിൻ പ്രദേശങ്ങൾ, ഇടതൂർന്ന വനങ്ങളും ഒക്കെ ഇതുവഴി ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും. എത്ര ആസ്വദിച്ചാലും മതിയാകാത്ത കുറച്ച് കാഴ്ചകളാണ് കേട്ടോ അത്. പ്രശസ്തമായ 13 കണ്ണറ പാലം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നതാണ് കേട്ടോ 13 കണ്ണറ പാലം. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ ഒരു കൊളോണിയൽ കാലഘട്ടത്തിലെ പാലമാണ് ഇത്. മുമ്പ് തിരുവിതാംകൂർ രാജ്യത്തെ തമിഴ്നാട്ടിലെ പാണ്ഡ്യരാജ്യവുമായി ബന്ധിപ്പിച്ചിരുന്നത് ഈ പാലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത റെയിൽ പാതകളിലൊന്നാണ് ഈ 13 കണ്ണറ പാലം. തിരുവിതാംകൂർ മഹാരാജാവ് ഉത്രം തിരുനാളാണ് കേട്ടോ ഈ റെയിൽപാതയും അതുപോലെ തന്നെ 13 കണ്ണറ പാലവും വിഭാവനം ചെയ്തത്. അന്നത്തെ കാലത്ത് ചെന്നൈയിലേക്ക് കൊല്ലത്ത് നിന്നുള്ള വനത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സ്, ഇതുപോലെയുള്ള മറ്റ് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനായിട്ട് പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചത്. അന്നത്തെ കാലത്ത് തെക്കൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളുടെ ജീവനാഡിയായിരുന്നു ഈ പാത. പാലത്തിന് മുകളിലൂടെയുള്ള റെയിൽ പാതയിലേക്ക് പോകാനായിട്ട് ഈ പാലത്തിൻ്റെ സൈഡിലൂടെ നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് പടവുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് മുകളിൽ കയറി ആ റെയിൽ പാതയുടെയും അവിടെ നിന്നുള്ള കുറച്ച് അടിപൊളി കാഴ്ചകളും ഒക്കെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ പോയ സമയത്തെ അവിടെ എന്തോ പണി നടക്കുമായിരുന്നേ, അത് കാരണം അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ ചില സമയത്ത് ഇങ്ങനെ മഴക്കാലത്തും അതുപോലെ തന്നെ ചില സമയം അവർ ക്ലോസ് ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ അവിടെ തെന്നിക്കിടക്കുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണല്ലോ, അത് കാരണം അടച്ചിടുന്നതാണേ. അപ്പോൾ സൂക്ഷിച്ച് വേണം കയറാനും ഒക്കെ. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾക്കും അങ്ങനെ കയറാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നിന്നുള്ള മനോഹര കാഴ്ചയാണ്, പ്രത്യേകിച്ചും ട്രെയിൻ വരുന്ന സമയമൊക്കെ ആണെങ്കിൽ പിന്നെ പറയാനില്ല, എന്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ അത്. എന്തായാലും ഇവിടേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും മുകളിൽ കയറി അവിടെ നിന്നുള്ള കാഴ്ചകളൂടെ കാണണം കേട്ടോ. അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ടേ ഞങ്ങൾ മറ്റൊരു അടിപൊളി കാഴ്ച കാണാനായിട്ട് പോയതാട്ടോ. അതായത് റോസ്മല മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് കേട്ടോ. എന്താ വെച്ചാൽ അവിടെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയതായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ വണ്ടി 4 വീൽ അല്ലായിരുന്നു, അത് കാരണം ഞങ്ങൾ ഏകദേശം പകുതി വഴിയോളം പോയി കേട്ടോ. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്, പക്ഷേ നടന്നില്ല. അല്ല എങ്കിൽ അവിടെ ജീപ്പുണ്ട് കേട്ടോ, അവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട്. നമുക്ക് വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ജീപ്പ് സർവീസ് അല്ലെങ്കിൽ ബസ്സുണ്ട് കേട്ടോ, അതിലോ പോകാം. അപ്പം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, സക്സസ് ആയില്ല, ഞങ്ങൾ പരാജയം നേരിട്ടു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീണ്ടും അടുത്ത കാഴ്ചകളിലേക്ക് പോയി. പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര കാഴ്ചകൾ കാണാനായിട്ടാണ് പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ. ആര്യങ്കാവിന് സമീപം സ്ഥിതി ചെയ്യുന്ന പാലരുവി വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ നിങ്ങളിൽ പലരും മുൻപ് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇപ്പം പോകുന്നത്. മുൻപൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്ത് വരെയൊക്കെ വണ്ടി കൊണ്ടുപോകാമായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെ പറ്റില്ല. ഇപ്പോൾ ഈ ഏരിയയിൽ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് വനം വകുപ്പിൻ്റെ ഒരു ബസ് സർവീസ് ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ അതിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വരുന്ന പ്രൈവറ്റ് വാഹനങ്ങളുണ്ടല്ലോ, അത് അവിടെ പാർക്ക് ചെയ്യാനുള്ളൊരു ഏരിയയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ നമുക്ക് പാർക്ക് ചെയ്ത ശേഷം പോയി കൗണ്ടറിൽ ചെന്നിട്ട് നമുക്ക് ബസ്സിന് പോകാനുള്ള ടിക്കറ്റ് അവിടുന്ന് എടുക്കാൻ പറ്റുമേ. ഞങ്ങൾ ബസ് കാത്തിരിക്കുക പാലരുവി കാണാനായിട്ട്.
ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ടിക്കറ്റ് എടുത്തു. ഇതിൻ്റെ അവിടെ ബസ്സുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബസ് ഫുള്ളായിട്ട് പോയി. ഇനി അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ആൾ വരുമ്പോൾ അവർ അടുത്ത ബസ് എടുക്കും. നമ്മളിവിടേക്ക് വന്ന് നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത ഇടത്ത് നിന്ന് പാലരുവി വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. അവിടേക്ക് പോകുന്നത് നമ്മളിപ്പോൾ നമ്മളെ ടിക്കറ്റൊക്കെ എടുത്ത് വനം വകുപ്പിൻ്റെ ബസ്സിലാണേ. അപ്പോൾ അതിങ്ങനെ ഇടവിട്ട് ആളുകൾ വരുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് അവർ ബസ് അങ്ങോട്ടേക്ക് വിടുന്നത്. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഈ ഫസ്റ്റ് പോയവരൊക്കെ ഈ ബസ്സിൽ തിരിച്ച് ഇങ്ങോട്ടേക്കും വരുവേ. അങ്ങനെയാണ് ഈ സർവീസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന യാത്രയിൽ നല്ല ഭംഗിയാണ് കേട്ടോ. 2 സൈഡും ഉള്ള കാഴ്ചകൾ കാണാൻ നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. നല്ല ഭംഗിയാണ് റോഡിൻ്റെ ഇരുവശവും ഉള്ള കാഴ്ചകൾ കണ്ടു പോകാനായിട്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് പോകുമ്പോൾ സാഹസികത, അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടമുള്ളവർ, അത് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടുന്ന് ഗൈഡഡ് ട്രക്കിംഗ് പാക്കേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ബുക്ക് ചെയ്യാനും സാധിക്കും. അത് നമ്മൾ അവിടെ ആ ബസ്സിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നിടത്ത് അന്വേഷിച്ചാൽ അവരത് അതിൻ്റെ പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ നമുക്ക് തരും കേട്ടോ. ഈ പാലരുവി വാട്ടർഫോൾസ് ഏകദേശം 300 അടി ഉയരമുള്ള ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അത്രയും ഉയരത്തിൽ നിന്നാണ് ഇത് വീഴുന്നത്. പിന്നെ ഞാൻ മുൻപൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ വനത്തിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണല്ലോ. ഈ ഉൾവനത്തിലൂടെ വളഞ്ഞൊക്കെ ഒഴുകി വരുമ്പം ഈ ഔഷധ ഗുണങ്ങൾ, ഈ വെള്ളത്തിൽ ഔഷധ ഗുണങ്ങൾ ഏറെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനൊരു പേര് കേട്ടതാണ് ഈ പാലരുവി വെള്ളച്ചാട്ടം, അതിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമൊക്കെ. അപ്പോൾ നമ്മളിപ്പം പാലരുവി വാട്ടർഫോൾസിൻ്റെ ഏകദേശം അടുത്തെത്തി. ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ബസ്സിൽ നിന്ന് വന്നവരൊക്കെ ഇറങ്ങിയിട്ട് അവിടുന്ന് തിരിച്ചു പോകാനുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ വന്ന ബസ്സിൽ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാനും അവർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള യാത്രകളിൽ നമ്മൾ ലേഡീസ് കഴിയുന്നതും ഹീൽസ് ഉള്ള സാൻഡൽസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനന്ന് ചെറിയ ഹീൽസൊക്കെ ഉള്ളതായിരുന്നു ഇട്ടുകൊണ്ട് പോയത്. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു നടക്കാനും ഒക്കെ. അപ്പോൾ കഴിയുന്നതും അതൊക്കെ ഒഴിവാക്കിയിട്ട് പോവുക. ചേട്ടാ ഓക്കെ இப்போ கடைசி என்ன கேட்குறீங்களா? ഈ കാണുന്ന ഗോപുരത്തിനടുത്തെത്താൻ ഞാൻ കുറേ ബുദ്ധിമുട്ടി. അത് നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ. എന്ത് പറഞ്ഞാലും അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. അതുപോലെ അവിടെ നിന്ന് നല്ല തണുത്ത കാറ്റും ഒക്കെ
നല്ല രസമാണ് അവിടെ അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ എന്താ പറയുക, എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ കൈവരിയൊന്നും കെട്ടിയിട്ടില്ല, ഇങ്ങനെ പടവുകളൊന്നും നല്ലതായിട്ട് ഇട്ടിട്ടില്ല. ഇങ്ങനെ ഈ ഗോപുരത്തിൻ്റെ അവിടേക്കൊന്നും നമ്മളങ്ങനെ ലേഡീസൊന്നും അങ്ങനെ വരില്ലായിരുന്നു. കാരണം ഇങ്ങനെയുള്ള നല്ല പടവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അപ്പം നമ്മളപ്പോൾ എപ്പോഴും താഴെ വന്നിട്ട് പോകത്തേ ഉള്ളായിരുന്നു. ഇതുപോലെ ഇവിടെ കെട്ടി റെഡിയാക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾ ഓർക്കും പാലരുവി വാട്ടർഫാൾസിൻ്റെ അടുത്ത് വരെ ഇത്രയും നല്ല വെള്ളം, തണുത്ത വെള്ളം ഒക്കെ വന്നിട്ട് എന്താണ് ഒന്ന് കുളിക്കാണ്ടൊക്കെ പോയത് എന്ന് അല്ലേ. നമുക്ക് ടൈമില്ലായിരുന്നു, അതുമല്ല അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോയത്. പിന്നെ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായാലും വാഷ്റൂമും ഒക്കെ ഉണ്ട്, ലേഡീസിന് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അവിടെ എപ്പോഴും അവിടെ സ്റ്റാഫും ഒക്കെ അവൈലബിളാണ്. അത് കാരണം നമുക്ക് നന്നായിട്ട് കുളിച്ചിട്ടൊക്കെ പോകാനും പറ്റും കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വന്ന ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്ക് ഇന്നും ഉണ്ട് കേട്ടോ. എൻ്റെ ബ്രദേഴ്സിൻ്റെ ഫാമിലിയുടെയൊക്കെ കൂടെ ഞാൻ വന്നതൊക്കെ നല്ല ഓർമ്മയിൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പം ഈ കാഴ്ചകളൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. എൻ്റെ ബ്രദറാണ് കേട്ടോ എൻ്റെ കൂടെ എല്ലായിടവും വന്നതും എന്നെ കൊണ്ടുപോയതും കാഴ്ചകളൊക്കെ കാണിച്ചു തന്നതും ഒക്കെ. അപ്പോൾ ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതിക്കോട്ടെ. എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ പാലരുവി. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കുക. ഇതുവഴിയൊക്കെ പോകുമ്പോൾ പാലരുവി കാണാൻ മറക്കരുതേ. അപ്പം ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതാനും അറിയിക്കാനും മറക്കരുത്. അപ്പം മറ്റൊരു കാഴ്ചയും വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു, ബൈ.